2015 വണ്ടി VXI. അടുത്ത 15 VXI വണ്ടി. വേഗനാർ സിംഗർ ആണ്. സ്റ്റിംഗർ VXI ഓപ്ഷൻ. ഓക്കെ. മോഡലോ? 2015 വണ്ടി. 15 മോഡൽ. 41,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഡീസൽ. എങ്ങനെ ഡീറ്റെയിൽസ്? 2020 വണ്ടി. 2020 വണ്ടി. ഓണർഷിപ്പ് VXI ഓപ്ഷൻ. എങ്ങനെ? 2021 വണ്ടി. 21 മോഡലാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർഷിപ്പ്. ആൾട്ടോ 800 LXI 48,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ ഉണ്ട്. മോഡൽ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ബി കാർസിലാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വണ്ടിയുടെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അത് ബഡ്ജറ്റ് കാറുകളിലെല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പാറശാല ചെറുവാരക്കോണത്താണ്. എൻ്റെ വീട്ടിലോട് സ്വാഗതം. അപ്പം നമ്മൾ വീഡിയോ ആയിട്ട് ഒരു 2 ദിവസം മുമ്പ് ചെയ്തായിരുന്നല്ലേ വീഡിയോ? നമ്മളെ വീഡിയോ മൂവ് ചെയ്യുന്നതിന് നല്ല കച്ചവടം നമ്മൾ വേറെ കൊടുക്കുകയില്ലേ? അപ്പോൾ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 2013 വണ്ടി മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ലൊക്കേഷൻ ചെറുവാരക്കോണം, പാറശാല ചെറുവാരക്കോണം. ഓക്കെ. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ ടോട്ടലിൽ തുടങ്ങാം. എങ്ങനെയാണ് സ്റ്റാർട്ടിങ്? ഇത് 2015 വണ്ടി. 2015 ഓൾട്ടോ കേട്ടൺ. ഓക്കെ. കേട്ടൺ 15 വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ? ഇത് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എത്രയായി? 45,000. VXI വണ്ടിയാണ്. VXI. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. ടയർ കണ്ടീഷനൊക്കെ കൊള്ളാം. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇരിപ്പുണ്ട്. ഇതിനകത്തൊരു ആൻഡ്രോയിഡ് സീറ്റ് വെച്ചിട്ടുണ്ട്. 2 ഡോർ പവറിൻ്റെ AC പോസ്റ്റ് ഇറങ്ങി അല്ലേ ഏട്ടാ? VXI. ഓക്കെ. ടാക്കോമീറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു എല്ലാം ടയർ കണ്ടീഷൻ ഉണ്ട്, കുഴപ്പമില്ല. വണ്ടി വേറെ ഡെൻറ്റോ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണ്. കമ്പനി സർവീസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ് പറഞ്ഞേ? 2,29 കൊടുക്കാം. 2,29 കൊടുക്കാം. ഓക്കെ. സാധാരണ കുറയ്ക്കാനുണ്ടോ? പിക്ചറായിട്ട് ചെയ്യാം. ശരി. ലോൺ എത്ര കയറും? ലോൺ തന്നെ നമുക്ക് 2015 വണ്ടിയില്ലേ, മാക്സിമം ഫുൾ ലോൺ കയറും. ആൾട്ടോ 800 LXI 48,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ ഉണ്ട്. മോഡൽ ഏതാ? 2018 വണ്ടി. 18 വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. കിലോമീറ്റർ എത്രയായിരുന്നു? 48 ഓടി. കമ്പനി സർവീസ്. ഓക്കെ. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ. വണ്ടി സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ ആയിരിക്കും അല്ലേ? ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. ടയർ കണ്ടീഷൻ കൊള്ളാം. ടയർ കണ്ടീഷൻ ഇപ്പോൾ ഒരു 60% ടയറൊക്കെ ഉണ്ട്. ട്രിവാൻഡ്രം വണ്ടി അല്ലേ? ട്രിവാൻഡ്രം വണ്ടി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ കണ്ടീഷൻ നോക്കാം. ഇന്ത്യയുടെ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഇരിപ്പുണ്ട്. അതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉണ്ട് അല്ലേ? 2018 ഓൾട്ടോ 800 എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? എത്രയ്ക്ക് കൊടുക്കാം? 2,79 കൊടുക്കാം. 2,79 കൊടുക്കാം. ശരി. ലോൺ എത്ര കയറും അപ്പോൾ? മാക്സിമം 2,000 രൂപ ലോൺ കയറുന്ന വണ്ടിയാണ്. പിന്നെ 2015 സിംഗിൾ ഓണർ വണ്ടിയല്ലേ? ലോൺ മാക്സിമം കയറുന്ന വണ്ടിയാണ്. ശരി. അപ്പോൾ മുജിയുടെ നെക്സ്റ്റ് നമുക്ക് സാൻഡ്രോ അല്ലേ? സാൻഡ്രോ 2010 വണ്ടി. ഓക്കെ. സാൻഡ്രോ സിംഗ് GLX. പേപ്പർ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണല്ലോ കേട്ടോ. ഇത് ടെസ്റ്റ് പുതിയ പേപ്പറാണ്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 2010 വണ്ടി. 30 വരെ പേപ്പറുണ്ട്. 2030. അപ്പോൾ 2030 വരെ പേപ്പറുണ്ട്. 2030 വരെ പേപ്പറുണ്ട്. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വൃത്തിയായിരിക്കുന്നുണ്ട് കേട്ടോ. നീറ്റ് നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. ഇതിനകത്ത് 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? ഓക്കെ. അപ്പോൾ സാൻഡ്രോ 2010 5 വർഷം പേപ്പറുള്ള വണ്ടി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കേട്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ. ടയർ കണ്ടീഷനും കൊള്ളാം. അപ്പം ഇതെങ്ങനെ ഇതിൻ്റെ വില പറഞ്ഞേ? 1,34 കൊടുക്കാം. 1,34 കൊടുക്കാം. ഓക്കെ. ഓൾട്ടോ 800 എങ്ങനെ? 2021 വണ്ടി. 21 മോഡലാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 52,000 കിലോമീറ്റർ ഓടി. 4 പുത്തൻ ടയർ. പുതിയ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? ഷോറൂം സർവീസ് തന്നെയാണോ? ഷോറൂം സർവീസ്. ഓക്കെ. ടയർ 4 പുത്തൻ ടയർ ഉണ്ടല്ലേ? 4 പുത്തൻ ടയർ. വണ്ടിക്ക് നീറ്റ് ആണ്. ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്. പുതിയ ലെതർ സീറ്റാണ് അടിച്ചിട്ടുള്ളത്. സീറ്റ് വരെ അടിച്ചിട്ടുണ്ടല്ലേ? സീറ്റ് പുതിയ ലെതർ സീറ്റാണ്. കൂടിയതാണ്. ലെതർ സീറ്റ് അടിച്ചിട്ടുണ്ടല്ലേ? ലെതർ കേട്ടോ. നല്ല നീറ്റ് ആയിരിപ്പുണ്ട്. ഇതിനകത്ത് സീറ്റ് വെച്ചിട്ടുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. 2 ഡോർ പവറുണ്ട്. AC പവർ സ്റ്റിയറിംഗ്. 2021 മോഡൽ ഓൾട്ടോ 800 നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 3,38 കൊടുക്കാം. 3,38. ഓക്കെ. ലോൺ എത്ര കയറും? ഇതും മാക്സിമം ലോൺ കയറുന്ന വണ്ടിയാണ്. 3 അടുപ്പിച്ച് ലോൺ കയറുന്ന വണ്ടിയാണ്. i20 2015 വണ്ടി. 15 മോഡൽ. 41,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ. സ്പോർട്സ്. 15 സ്പോർട്സ് ആണല്ലേ? സ്പോർട്സ് ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ വണ്ടി. 41,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പ് 41,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പാറശാല വണ്ടി അല്ലേ? പാറശാല വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് വണ്ടി. കമ്പനി സർവീസ് തന്നെയാണ്. ഓക്കെ. സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. നീറ്റ് ആയിരിപ്പുണ്ട്. ഇത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. 4 ഡോർ പവറുണ്ട്. പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് മോണിംഗ് കൺട്രോൾ എല്ലാം വരുന്നുണ്ടല്ലേ? അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. സ്പോർട്സ് മോഡലല്ലേ? സ്പോർട്സ് ആണ്. സ്പോർട്സ് ആണ്. ലൈസ് വരുന്നില്ല. ടയർ കണ്ടീഷൻ വന്നിട്ട്
ഒരു ആവറേജ് ടയറേ ഉള്ളൂ കേട്ടോ. ആവറേജ് ടയറേ ഉള്ളൂ. ആ 4 ടയറും ആവറേജ് ടയറാണ്. 2015 വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? ഇത് 4.35 കൊടുക്കാം. 4.35 കൊടുക്കാം. ഓക്കെ. ഫിനാൻസോ? ഫിനാൻസ് മാക്സിമം ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. 15 ഇടക്കയില്ലേ, മോഡൽ ഇടക്കയില്ലേ. വേഗനാർ സിംഗറാണ്. സ്റ്റിംഗ്റേ VXA ഓപ്ഷൻ. ഓക്കെ. മോഡലോ? സിംഗിൾ ഓണർ 2013 വണ്ടി. 13 സ്റ്റിംഗ്റേ അല്ലേ? സിംഗിൾ ഓണർ. ഓക്കെ. കിലോമീറ്റർ എത്രയായി? 51,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എത്രയാണ്? 51,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സർവീസ് കമ്പനി സർവീസ് ആണോ? ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. ഓക്കെ. അലീസ് വരുന്നുണ്ട്. VXA അല്ലേ? VXA. ഓക്കെ. 2 പുത്തൻ ടയർ, 2 ടയർ ബാക്ക് ആവറേജ് ഉള്ളൂ കേട്ടോ. ആവറേജ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. ഫോർഡർ പോറിന്റെ പോസ്റ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വാഗണർ സ്റ്റിംഗ്റേ ആണ്. ഇതിന്റെ വില എങ്ങനെ 2013 ആകുമ്പോൾ? 2.78 കൊടുക്കാം. 2.78. ലോൺ എത്ര കയറും? ലോൺ മാക്സിമം 2,000 രൂപ അടുപ്പിച്ച് ലോൺ കയറുന്ന വണ്ടിയാണ്. 13 വണ്ടിയല്ലേ, അല്ല ട്രാക്കുള്ളവർക്ക് 2,000 രൂപ അടുപ്പിച്ച് ലോൺ കയറും. വാഗണർ 2015 വണ്ടി. VXA. 2015 VXA വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ്. 1,02,000 കിലോമീറ്റർ ഓടി. ഫുൾ കമ്പനി സർവീസ് വണ്ടി. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണ്. കമ്പനി സർവീസ്, ഫുൾ കമ്പനി സർവീസ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 4 പുത്തൻ ടയർ. 4 ടയറും പുത്തൻ ടയർ. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഇന്റീരിയർ കണ്ടീഷൻ നീറ്റ് ആണ് കേട്ടോ. സീറ്റർ വാഗണറിന്റെ ഒറിജിനൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. ഫോർഡർ പോറിന്റെ പോസ്റ്ററിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ചേട്ടാ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഇരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? ഇത് 3.28 കൊടുക്കാം. 3.28 കൊടുക്കാം. ലോൺ എത്ര കയറും? മാക്സിമം 3 രൂപ ലോൺ കയറുന്ന വണ്ടിയാണ്. ഇവിടെ നെക്സ്റ്റ് സ്വിഫ്റ്റ് 2016 വണ്ടി. VXA ഓപ്ഷൻ. പെട്രോൾ. ഓക്കെ. 2016 ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ വന്നിട്ട് 79,000 കിലോമീറ്റർ ഓടിയാണ്. ഓക്കെ. സർവീസ് കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് അല്ല, പുറത്താണ് സർവീസ്. കിലോമീറ്റർ എത്ര പറഞ്ഞേട്ടാ? 79,000 കിലോമീറ്റർ ഓടിയാണ്. ജനുവൻ കിലോമീറ്റർ ആയിരിക്കും. 79,000 ജനുവൻ കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ. സർവീസ് കമ്പനി സർവീസ് അല്ല. സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. അതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ്, ഫോർഡർ പോറിൻ്റെ പോർഷനിങ് എല്ലാം വരുന്നുണ്ട്. ലൈറ്റ് കണക്ഷൻ കുറച്ച് കുറവാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു 40-50% ടയറെന്ന് പറയാമല്ലോ കേട്ടോ. 40-50% ടയർ അത്രേ ഉള്ളൂ. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് പുറത്താണെന്നേ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് അവർ എല്ലാ സർവീസ് ഒന്നുമില്ല, കുറച്ച് സർവീസ് മാത്രമേ പുറത്ത് പോയുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് നമുക്ക് റെക്കോർഡ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കമ്പനി സർവീസ് ഇല്ലെന്ന്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയിലെ കമ്പനി സർവീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വിശ്വസിച്ച് കയറുന്ന കസ്റ്റമർ ഇഷ്ടം പോലെ ഉണ്ട്. അവർ വിശ്വാസമുണ്ട് നമ്മളെ ഷോപ്പിനെ സംബന്ധിച്ച്. അപ്പോൾ ഇല്ലാത്തതില്ലെന്നേ പറയാം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറുമല്ല. ഉള്ളതുപോലെയാണ്. അപ്പോൾ നമ്മുടെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എങ്ങനെയാ വില? ഇതിന്റെ പ്രൈസ് ലാസ്റ്റ് 3.35 കൊടുക്കാം. 3.35 കൊടുക്കാം. i10 2013 വണ്ടി. 13 വണ്ടി. 62,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് 62,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. മാഗ്ന 1.2 കാപ്പ എഞ്ചിനാണ്. 1.2 മാഗ്ന കാപ്പ എഞ്ചിനാണ്. ഓക്കെ. വണ്ടി വണ്ടി നീറ്റ് ആട്ടോ. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. VT എഞ്ചിനാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട്. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആയിരിപ്പുണ്ട്. അതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഫോർഡർ പോറുണ്ട്. AC പോസ്റ്ററിങ്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പം i10 വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ വന്നിട്ട് ഏതാണ്ട് പുത്തൻ ടയർ ഉണ്ടല്ലേ? പുത്തൻ ടയർ. 4 പുത്തൻ ടയറും കിടപ്പുണ്ട്. ട്രിവാൻഡ്രം വണ്ടിയാണ്. അപ്പോൾ എങ്ങനെ എത്ര കൊടുക്കാം നമുക്ക്? ഇത് ലാസ്റ്റ് 2.18 കൊടുക്കാം. 2.18 കൊടുക്കാം. ഓക്കെ. ലോൺ എത്ര കയറും? ഇത് മാക്സിമം നമുക്ക് ലോൺ കയറും. i10 2009 സിംഗിൾ ഓണർ വണ്ടി. 29 പേപ്പറുള്ള വണ്ടി. 29 പേപ്പർ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ എത്രയായി? 63,000 കിലോമീറ്റർ ഓടി. 63,000 ഓടിയുണ്ട്. കമ്പനി ഹിസ്റ്ററി ഇരിക്കുന്ന വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് കേട്ടോ. 63,000 കമ്പനി ഹിസ്റ്ററി ഇരിക്കുന്ന വണ്ടിയാണ്. ബോഡിയൊക്കെ നീറ്റ് കേട്ടോ. ഹൈ ക്വാളിറ്റി വണ്ടി. 1.2 കാപ്പയല്ലേ? പിന്നെ കാപ്പ എഞ്ചിന്. ഓക്കെ. 1.2 4 പുത്തൻ ടയർ. പുത്തൻ ടയറുണ്ട്. പക്ഷെ വണ്ടി നീറ്റാണ്. ഒരു ചില്ലി പൈസയുടെ വർക്ക് പോലും ആ വണ്ടിയിൽ കാണത്തില്ല. ഹൈ ക്വാളിറ്റി വണ്ടി. നീറ്റ് ആയിരിപ്പുണ്ട്. നമ്മളെ ഭാഷയെ പറഞ്ഞാൽ കിടക്കാച്ചിയാണ്. കിടക്കാച്ചി വണ്ടിയാണ്. ഓക്കെ. പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് ഫോർഡർ പോറുണ്ട്. AC പോസ്റ്ററിങ് കാര്യങ്ങൾ, റിവേഴ്സ് ക്യാമറ സെറ്റിംഗ് എല്ലാം വെച്ചിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം 1.2 കാപ്പ 2009 സിംഗിൾ ഓണർ 62,000 കിലോമീറ്റർ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. KL01 ട്രിവാൻഡ്രം വണ്ടി. വണ്ടിയാണ്. സിംഗിൾ ഓണർ. പ്രൈസ് എങ്ങനെ വരും?
1,38,000 രൂപ കൊടുക്കാം. 1,38. എർട്ടിഗ. ഇത് പെട്രോൾ ഹൈബ്രിഡ് 2020 വണ്ടി. പെട്രോൾ ഹൈബ്രിഡ് 2020 മോഡലാണ്. VX ഓപ്ഷനാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? ഫുൾ 1,35 ഓടി. കമ്പനി സർവീസ്. കമ്പനി സർവീസിനാണ്. 1,35 ഓടി ഫുൾ കമ്പനി സർവീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ആണല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. ഇൻഷുറൻസ് ഫുൾ ഇൻഷുറൻസ് നമ്മൾ ഇട്ട് കൊടുത്തേക്കും. പുതിയ ബാറ്ററി എടുത്ത് വെച്ചിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എല്ലാം ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 2 ടയർ ആവറേജ് ഉണ്ട്. 2 കൊള്ളാം. 2 പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. പുതിയ ലെതർ സീറ്റ് അടിച്ചിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ലെതർ സീറ്റ് ഉണ്ട്. അതിൻ്റെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇമ്പിൾട്ട് സീരി വരുന്നുണ്ട്. ക്വാർട്ടർ പോറുണ്ട്. പോസിറ്റീവ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. VX ഓപ്ഷനില്ല കേട്ടോ അത്. VX ഓപ്ഷൻ. ഓക്കെ. ഹൈബ്രിഡ് ആണ്. അപ്പോൾ ഹൈബ്രിഡ് ആണ്. 2020 മോഡൽ എങ്ങനെയാണ് പ്രൈസ്? 7,60 കൊടുക്കാം. 7,60 കൊടുക്കാം. ഓക്കെ. ലോൺ എത്ര കയറും? നല്ല ട്രാക്കുള്ളവർക്ക് 6,6 അടുപ്പിച്ച് നല്ല ലോൺ കയറുന്ന വണ്ടിയാണ്. ഇവിടെ വീഡിയോ അതിൻ്റെ പേരല്ലേ? അപ്പോൾ നമ്മൾ വണ്ടികളെ കാണിച്ചിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ കാണാം.